ഇവിടെ പാട്ടാണ് സ്റ്റുഡിയോ. എഞ്ചിനീയർ ഒത്തുണ്ടാവും. മണ്ടനായ ഉപ്പിളി പൊട്ടനായ ഉപ്പിളി നാളെയാണ് നാളെയാണ് നാളെന്നേണ് നാളെന്നേണ് നാളെ അങ്ങനല്ല. നാളെ ഓളെ പിറന്നാളല്ലേ, നാളെ ഓളെ പിറന്നാളല്ലേ, നീ ജനിച്ചത് 2000-ലാ. നീ ജനിച്ചത് 2000-ലാ. 2000-ലാ. ഓക്കെ ഓക്കെ ആണ് 2000-ലാ. ഓക്കെ ഇത് രക്ഷിതാക്കൾ സന്തോഷത്തിലായതും വന്നാ പെണ്ണേ നീ 21-ലാണിപ്പോൾ. എന്ത് പാട്ട് ഇങ്ങനെയൊക്കെ വരെയുണ്ട്. പിന്നെ എന്ത് വലിയ സൂപ്പർ വലിയാണ് ഇതൊക്കെ. നാളെയാണ് ഇത് ലോട്ടറി. നാളെയാണ് ബർത്ത്ഡേ. അതല്ലേ നാളെന്ന് പറയുന്നത്. നാളെ വരെയുള്ള നാളെയാണ് നാളെയാണ്. നാളത്തെ ബർത്ത്ഡേക്ക് നാളെന്നല്ലേ പറയാ. ഇനിയും കൂടട്ടെ ആയുസും വയസ്സും, നാളെയാണ് നാളെയാണ് നാളെന്നേണ് 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 നാളെന്നേണ്. ഞങ്ങളെല്ലാ പാട്ടും കാണാം. മറ്റേ മുന്നായിപ്പാലൊക്കെ നിങ്ങളെ ഭയങ്കര ആരാധകനാ. ഞാൻ ഇവിടെ ഇതിൻ്റെ ഒക്കെ പണിയാണ് എനിക്ക് ബർത്ത്ഡേ പാട്ടും കല്യാണ പാട്ടൊക്കെ എഴുതുന്നത്. അപ്പോൾ സാധാരണ എൻ്റെ പാട്ടൊക്കെ അയമ വള്ളിക്കുന്ന് നമ്മളെ പാട്ടുകാരനാണ് ഇപ്പഴാ പാടല്. അപ്പോൾ പുതിയൊരു പാട്ടുണ്ട്, ഒരു കുട്ടിയുടെ പാട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ പാടിത്തരൊക്കെ കേൾപ്പിച്ചാരാ? പാട്ട് ഞാൻ പാടിത്തരാം കേട്ടോ. മുട്ടമുറി കല്യാണം മോൻ്റെ മുട്ടമുറി കല്യാണം, കാത്തുവെച്ചു നല്ലോണം ആ മോൻ കാത്തിരുന്ന ദിനമെത്തി. ഇത് പാടാൻ തന്നെ കത്തുവെച്ച് എന്റെ ചങ്ക് ബ്രോ അയ്മൂനോട് തന്നെ പാടിച്ചാൽ മതിട്ടോ. ഇത് അതാവും നന്നാവാ. ഇന്നെ എങ്ങനത്തെ പരിപാടി കുളിച്ചെടുത്തിട്ടോ. ഹൈമോ ഇത് ജന പാടിക്കോട്ടോ. വലിയ ആളാ. ഒന്നായി പല ആൽബത്തിലുണ്ട്, കുറെ സീരിയലുണ്ട്. ഇത് പാടിക്കോട്ടോ. അതൊക്കെ നമ്മളെ അയിമനെ പാടിക്കോളും. സൂപ്പറായിട്ട് പാടും. അതൊക്കെ ഓനൊന്നും പറ്റൂല. നമ്മളെ അയിമ എല്ലാ പാട്ടും പറഞ്ഞു പാട്ട് അയിമൊന്നുമില്ല. നമുക്ക് ഈ പാട്ടാണ് അതെന്തും ഒരു സാഹിത്യമില്ല. ചില സുന്നത്തോടെ സുന്നത്തിനെന്ന പാട്ട് എന്നിട്ട് മുട്ടമുറി ഇതില് മുട്ടമുറി സുന്നത്തൊക്കെ ഒന്ന് തന്നെയല്ലേ. എഴുതുവാനും ഒരു സാഹിത്യം എഴുതാൻ പറയും കുറച്ച്. അതാ ഉപ്പിലേയും ഓനോടും പറഞ്ഞത് എന്റെ സാഹിത്യം കാര്യങ്ങളൊക്കെ. ഉപ്പിലേ അത് പറഞ്ഞു കൊടുത്താ പ്രശ്നം എന്താ? സാഹിത്യം ചെന്ന് എഴുതിച്ചു വരുന്ന അതന്നല്ലേ സംഭവം. പറഞ്ഞോടത്തോ എന്താണ് സാഹിത്യം വണ്ടി സാഹിത്യം ഇവിടെ സാഹിത്യം നമുക്ക് വെച്ചിട്ട് അതൊരു വിഷയാക്കണ്ട. കേട്ടോ ജനേന്ദ്രമുറി കല്യാണം മോനെ ജനേന്ദ്രമുറി കല്യാണം. ഇത് സുന്നത്തോടെ സുന്നത്ത് കല്യാണല്ലേ. എന്ത് മുറിയാത്ത സുന്നത്ത് മുറി നോക്കത് കിട്ടുന്ന നോക്ക്. വേറെ ഒന്നുണ്ട്. ചേലാക്കർമ്മ കല്യാണം മോന്റെ ചേലാക്കർമ്മ കല്യാണം. അല്ലെങ്കിൽ അതും വേണ്ട. ഇത് മുട്ടമുറ പറ്റുള്ളൂ. മുട്ടമുറി കല്യാണം അല്ലെങ്കിൽ വേറെ ആള് എനിക്ക് വെച്ചാ. പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈറ്റ് കൂടി പാട്ടിലുണ്ട്. സർപ്രൈറ്റ് ഉണ്ട്. ഈ പാട്ടിന് മുന്നേ അനൗൺസ്മെന്റ് ഉണ്ട്.
എന്ത് അലോൺസ് അയ്മോ അലോൺസ് കൊണ്ടുവാ ഇത് കജു ഞാൻ ചേച്ചി ചെയ്യും പറഞ്ഞോടുത്ത ആരൊക്കെയാണ് വരുന്നത്? പ്രിയമുള്ളവരെ ഇന്ന് മുട്ട പൊറിക്കുന്ന സുട്ടുമോന് എല്ലാവിധ ആശംസകളും നേരുന്നു. പഠിച്ചു തമ്പുരാൻ ആ മോൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലെ പണക്കാരനായ മൊയ്തുട്ടിയുടെ പ്രിയപ്പെട്ട സുട്ടുട്ടൻ നമ്മുടെ എല്ലാം പൊന്നോമനയാണ്. ഈ വേളയിൽ ആ മോന് വേദനയില്ലാത്ത ആശംസകൾ അറിയിക്കുന്നു. ആ എന്താ ഇപ്പൊ ഇത്? ഇത് ആ സാധനേ അല്ലേ? എന്താ അത് മതിയല്ലോ. എന്താ അലോസുണ്ട്? എന്താ അലോൺസ്മെന്റ് അലോസുണ്ട്? അലോൺസ്മെന്റ് ഞാൻ എല്ലാ പാട്ടുകളും കൊടുക്കണം. അലോൺസ്മെന്റ് എല്ലാ പാട്ടുകളും ഫ്രീ ആയിട്ട് കൊടുക്കണം. ഫ്രീ അല്ല ഈ ഫ്രീ നമുക്ക് വേണ്ട. നിങ്ങൾ ആദ്യം പാട്ടൊന്നും വരേക്ക് മുട്ടമുറി കുറെ അലോസ്മെന്റ് ആ ഇപ്പം നല്ല വരിയല്ലേ? മൊത്തത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതന്നെ വയലാടായത് ഇതുപോലെ. ഈ മുട്ടമുറിയിൽ സുന്നത്തൂടെ സുന്നത്താണ് മുട്ട. കല്ലെടുക്കല്ലേ സുട്ടുട്ടാ, കല്ലെടുക്കല്ലേ, എറിയല്ലേ എറിയല്ലേ സുട്ടുട്ടാ. ഹലോ ഹലോ, പാട്ട് എഴുത്തുകാരൻ ഊപ്പിളിയാണോ? ആ ഊപ്പിളിയാണ്. ഊപ്പിളി ഒരു ബർത്ത്ഡേ പാട്ട് എഴുതാണ്ടായിരുന്നു. ബർത്ത്ഡേ പാട്ടോ? ആ, ഒരു മുട്ടമുറി പാട്ട് എഴുതിയതാണ്. ഇപ്പൊ ഞാൻ ഈ കിടത്തും കിടക്കണേ. എനിക്ക് പാട്ട് വേണ്ട. ഊപ്പിളി മണ്ടനായ ഊപ്പിളി പൊട്ടനായ ഊപ്പിളി ഊപ്പിളി. കൊട്ടക്കണക്കിന് പൊട്ടത്തരം മോന്റെ കാട്ടിക്കുട്ടലൊക്കെ മണ്ണത്തരം. ഞെട്ടും പൊട്ടും പല്ലു ബ്രേക്കുമില്ലാത്തൊരു ജീവിതം. ഒരു പണിയില്ല, കളർ തുണിയിൽ പലക്കണിയിൽ ചാടുന്ന ഈ വിധം. ആരത് ഓന്റെ പേരിത്? ഊപ്പിളി മണ്ടനായ ഊപ്പിളി പൊട്ടനായ ഊപ്പിളി